നമസ്കാരം. ദീപിക ദിനപത്രത്തിൽ 2025 ഒക്ടോബർ 30 പ്രസിദ്ധീകരിച്ച കൊച്ചേട്ടന്റെ കത്താണ് ഞാൻ വായിക്കുന്നത്. അതിരേത് എതിരാര്. സ്നേഹമുള്ള DCL കൂട്ടുകാരെ, പെട്ടെന്നാണ് 6 പട്ടാളക്കാർ ഞങ്ങളുടെ വാഹനം വളഞ്ഞത്. ഒലിവ് ഗ്രീൻ കളർന്ന ഇരുണ്ട നിറത്തിലുള്ള യൂണിഫോമിൽ കൈകളിൽ AK-203 റൈഫിളും ജാഗ്രതയുള്ള നോട്ടവുമായി അവർ ഞങ്ങളുടെ അടുത്തെത്തി. അല്പം അകലെ നിന്ന ഒരു വലിയ സ്റ്റാലിയൻ ട്രക്കിൽ നിറയെ പട്ടാളക്കാർ 4 വശത്തേക്കും തോക്ക് ചൂണ്ടി നിൽക്കുന്നു. ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു, എന്തിനു പോകുന്നു, വാഹനത്തിലുള്ളവർ ആരാണ്, ആധാർ കാർഡ് എവിടെ തുടങ്ങിയ വിശദമായ പരിശോധനകൾ. എല്ലാം ഓക്കെ എന്ന് കണ്ടപ്പോൾ മുന്നോട്ട് പോകാൻ അനുമതി കിട്ടി. CMI സഭയുടെ ജമ്മു കാശ്മീരിലെ മെഷീൻ വൈദ്യരെ സന്ദർശിക്കാനെത്തിയ വൈദികരായിരുന്നു ഞങ്ങളുടെ വാഹനത്തിലുണ്ടായിരുന്നത്. ജമ്മുവിലെ ലംബേരി ക്രൈസ്റ്റ് സ്കൂൾ സന്ദർശിച്ച ശേഷം നൌഷരിയിലും രജൌരിയിലും പൂഞ്ചിയിലും ഡെഗ്വാറിലുമുള്ള വിദ്യാലയങ്ങളും മിഷൻ പ്രവർത്തന മേഖലകളും ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. നമ്മുടെ മാതൃരാജ്യത്തിന്റെ നെറുകയിലൂടെ ശ്രേഷ്ഠാവിന്റെ വിസ്മയ നിർമ്മിതികൾ പോലെ ഉയർന്നു നിൽക്കുന്ന മഹാമേരുക്കൾക്ക് ചുവട്ടിലൂടെ അഹതമായ ഗർത്തങ്ങൾക്ക് മുകളിലൂടെ വെൺകമ്പിളി പുതച്ചു കിടക്കുന്ന ഹിമാലയങ്ങൾ കണ്ട് അതിശയിപ്പിച്ചും മഞ്ഞുപാളികളിൽ നിന്നും കൊടും തണുപ്പ് നുള്ളിക്കൊണ്ടുവരുന്ന ശീതക്കാറ്റിന്റെ തലോടലേറ്റ് കുതിർന്നുമായിരുന്നു ഞങ്ങളുടെ യാത്ര. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഈ കത്ത് നിങ്ങൾക്ക് എഴുതുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ്. ലംബോരി മുതൽ ശ്രീനഗർ വരെയുള്ള ഇടുങ്ങിയ പാതയിലെ 320 കിലോമീറ്റർ ദൂരം താണ്ടാൻ 10-15 മണിക്കൂർ വേണം. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമത്തിലൂടെയായിരുന്നു ഈ യാത്ര. അഖ്നൂറും സുന്ദർബാനിയും സുന്ദരൻകോട്ടയും പുൽവാമയും തനവണ്ടിയും തുടങ്ങി അതിസുരക്ഷയുള്ള അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം സമ്പൂർണ്ണ സജ്ജരായ നൂറുകണക്കിന് സായുധ സേന സദാനേരവും കണ്ണിമ ചിമ്മാതെ കാവലിരിക്കുകയാണ്. സിന്ദൂർ ആക്രമണ പരമ്പര അരങ്ങേറിയ പുഞ്ചിരികൾ ഉൾപ്പെടെ പാകിസ്ഥാൻ അതിർത്തിയോട് തൊട്ടുകിടക്കുന്ന ദഗ്വാരയിലുമെല്ലാം എത്രയോ ഗാർഹ്യതയോടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കാവൽക്കാരായ പട്ടാളക്കാർ അതിർത്തികൾ സംരക്ഷിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് അതിരുകളുണ്ട്, അതിനപ്പുറത്ത് അയൽ രാജ്യങ്ങളുണ്ട്. ഇന്ത്യയോട് സൗഹൃദവും ശത്രുതയും ഉള്ള രാജ്യങ്ങളുണ്ട്. അതിനാൽ നമ്മുടെ രാജ്യത്തിന്റെ അതിരേത്, നമ്മോട് എതിരുള്ളവരാരെല്ലാം എന്ന് രാജ്യത്തിനറിയാം. അതിനനുസരിച്ചാണ് അതിരുകളിൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതവും ലക്ഷ്യങ്ങളും നമ്മുടെ വ്യക്തിത്വവും ബന്ധങ്ങളും സുരക്ഷിതമാണോ എന്നുകൂടി ഗൗരവമായി ചിന്തിക്കണം. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതിരുകളും പോലെ നമ്മുടെ വ്യക്തിബന്ധങ്ങൾ അതിരുകൾ വേണം. ഏത് ബന്ധത്തിലും ഏത് പ്രവൃത്തിയിലും എന്റെ അതിരേത് എന്നും എതിരാര് എന്നു ഞാൻ അറിയണം. അതിരേത് എന്ന് അറിയുന്നവർ ഓരോ സമയത്തും എവിടെ വരെ പോകാമെന്ന് ബോധമുള്ളവരാണ്. നമ്മുടെ ലക്ഷ്യത്തിലും വിജയത്തിലേക്കുമുള്ള യാത്രയിൽ സുരക്ഷയ്ക്കുറവുള്ള ജാഗ്രത പാടുന്ന അതിരിലൂടെ നമ്മുടെ എതിരാളികൾ നുഴഞ്ഞു കയറും. അവർ നമ്മെ നന്നാക്കാനല്ല, കൊള്ളയടിക്കാനാണ് വരുന്നത്. നല്ല വ്യക്തിത്വങ്ങളുടെ അതിരുകളിൽ ദൈവവിശ്വാസം, മാതാപിതാക്കളോടും കുടുംബത്തോടും ഉറച്ച സ്നേഹം, അധ്യാപകരോടുള്ള ആദരവ്, സേവന സന്നദ്ധത, കൃത്യനിഷ്ഠ, അച്ചടക്കം, സത്യസന്ധത, നീതിബോധം തുടങ്ങിയ കുരുത്തുറ്റ മൂല്യങ്ങൾ പട്ടാളക്കാരായ ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നുണ്ടാകും. ഇത് ഏജൻസി കാലം. നവമാധ്യമങ്ങളും ഇന്റർനെറ്റും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ കീഴ്പ്പെടുത്തി നമ്മുടെ വ്യക്തിത്വ സുരക്ഷയിലേക്ക് അധിനിവേശം നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ചില അപരിചിത ഹൃദയങ്ങൾ നമ്മുടെ നന്മ മൂല്യ സേനകളെ തകർത്ത് നുഴഞ്ഞു കയറി നമ്മുടെ ജീവിതം അസുരക്ഷിതമാക്കുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലും കുടുംബത്തിലും ആഭ്യന്തര കലാപത്തിന് കാരണമാകുന്നുണ്ടോ
എന്നും ശ്രദ്ധിക്കാം. എപ്പോഴും സ്വയം ചോദിക്കാം, എന്റെ അതിരേത് എതിരാത്. ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ. നന്ദി, നമസ്കാരം.